1200 വർഷത്തിന്റെ പൈതൃകമാണ് കൊല്ലം തുറമുഖത്തിന് പറയാനുള്ളത്. നീണ്ടകാലത്തെ സാംസ്കാരിക വിനിമയങ്ങളുടെയും സമ്പന്ന ഭൂതകാലത്തിന്റെയും വിശ്വാസങ്ങളുടെയും എല്ലാം ശേഷിപ്പുകൾ ഇപ്പോഴും അവഗണനയുടെ ആഴങ്ങളിലാണ്. AD 825 വേണാട് ഭരിച്ചിരുന്ന ചേര ഭരണാധികാരി രാജശേഖരവർമ്മ കുലശേഖരത്തിന്റെ കാലത്ത് സിറിയയിൽ നിന്നെത്തിയ മിഷണറി മാർ ആബോയാണ് കൊല്ലം തുറമുഖം സ്ഥാപിച്ചത്. റോമാക്കാരും ചൈനയുമായും കടൽമാർഗം വ്യാപാരം നടത്തിയിരുന്ന ഇവിടം 6-ാം നൂറ്റാണ്ടിന് ശേഷം ഏറെ നാൾ നിർജീവമായിരുന്നു. തുറമുഖം പൂർത്തിയായതോടെ സ്ഥിതി മാറി. മധ്യകാലത്ത് വേണാടിന്റെ തലസ്ഥാനമായുള്ള കൊല്ലത്തിന്റെ ഉദയത്തിനും കൊല്ലം തുറമുഖത്തിന്റെ പെരുമയ്ക്കും പിന്നീട് ചരിത്രം സാക്ഷിയായി. 7-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ ചൈന ഭരിച്ചിരുന്ന ടാങ് രാജവംശത്തിൻ്റെതായി കണ്ടെടുത്ത രേഖകളിൽ പ്രധാന വ്യാപാര കേന്ദ്രമായ മഹ്ലായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലത്തെയാണെന്ന് കാണാം. 2014 കൊല്ലം തുറമുഖത്തിന്റെ ആഴം കൂട്ടലിനിടെ കണ്ടെത്തിയ നാണയശേഖരം ടാങ് രാജവംശം 960 മുതൽ 1127 വരെ ഉണ്ടായിരുന്ന വടക്കൻ സോങ് രാജവംശം 1127 മുതൽ 79 കാലഘട്ടത്തിലെ തെക്കൻ സോങ് രാജവംശം എന്നിവരുടെ കാലത്തേതാണെന്ന് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിരുന്നു. അടിവശം പരന്ന കൂറ്റൻ ചൈനീസ് കപ്പലുകൾക്ക് നങ്കൂരമിടാനാകുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമാണ് കൊല്ലത്തേതെന്ന് ഇറാനിയൻ സഞ്ചാരി സുലൈമാൻ AD 951 എഴുതിയ വിവരണത്തിൽ നിരീക്ഷിക്കുന്നു. 1000 ദിനാറാണ് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലെ ഈ പ്രധാന തുറമുഖത്ത് കരമൊടുക്കേണ്ടതെന്നും അദ്ദേഹത്തിന്റെ രേഖകളിലുണ്ട്. 13-ാം നൂറ്റാണ്ട് വരെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ അലക്സാൻഡ്രിയ, കെയ്റോ, ക്യുവാൻഷോ, മലാക്ക എന്നിവിടങ്ങൾക്കൊപ്പം പ്രധാന തുറമുഖമായിരുന്നു കൊല്ലം. 14-ാം നൂറ്റാണ്ടിൽ എഴുതിയതെന്ന് കണക്കാക്കുന്ന മണിപ്രവാള കൃതിയായ ഉണ്ണുനെലി സന്ദേശത്തിലും കൊല്ലം തീരത്തെ ചീനക്കപ്പലുകളെ പറ്റി പരാമർശമുണ്ട്. ജൂത സഞ്ചാരി ബെഞ്ചമിൻ ഓഫ് ട്യുഡലിയുടേതായി AD 1159-നും 1173-നും ഇടയിൽ കണ്ടെടുത്ത രേഖകൾ പ്രകാരം വിദേശ സഞ്ചാരികൾ എത്തുമ്പോൾ അവരുടെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കാനും കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനും കൊല്ലം തുറമുഖത്തുള്ള സംവിധാനങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കൊല്ലത്തെത്തിയ മാർക്കോപോളോ തെക്കൻ ചൈനയിൽ നിന്ന് ഇവിടെ എത്തിപ്പോകുന്ന കപ്പലുകൾ കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതിയിൽ നിന്നും ഉണ്ടാക്കുന്ന വലിയ ലാഭത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ വരവോടെ അറബികളും ചൈനക്കാരുമായി ഉണ്ടായിരുന്ന വലിയ വ്യാപാര ശൃംഖലയുടെ കണ്ണിയറ്റു. തുറമുഖത്തിന്റെ വ്യാപാര കുത്തക പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒടുവിൽ ഇംഗ്ലീഷുകാരുടെയും കൈകളിലായി. കൊച്ചി തുറമുഖത്തിന്റെ ഉയർച്ചയോടെ കൊല്ലത്തിന്റെ പ്രൗഢി വറ്റി. 1973 പ്രവർത്തനം പൂർണ്ണമായി നിർത്തി. പിന്നീട് 2007 ഒക്ടോബർ 19 ഇപ്പോഴത്തെ നിലയിലേക്ക് വീണ്ടും തുറന്നത്. പൈതൃകം കൊണ്ടും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും സമ്പന്നമായ തുറമുഖം ഇപ്പോഴും മറ്റ് തുറമുഖങ്ങളുടെ നിഴലിൽ മാത്രമാണ്.